അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കാം സ്മിത. കോഴിക്കോട് നിന്നാണ് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അവധിയിൽ തുടരുന്ന അധ്യാപികയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കാനാണ് തീരുമാനം. കലാപാഹ്വാനത്തിനാണ് കേസ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാഹുൽ. രാഹുൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അധ്യാപികയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഏതായാലും തീരുമാനമായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ അധ്യാപികയുടെ വീട്ടിലേക്ക് എത്തും എന്നാണോ അറിയാൻ കഴിയുന്നത്? സ്മിത, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. ഷൈജ ആണ്ടവനെതിരെ നിലവിൽ 153 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. കലാപാഹ്വാനത്തിനെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം പലതവണ NIT ക്യാമ്പസിലും അതോടൊപ്പം ഫോണിലും ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ്. അതോടൊപ്പം അധ്യാപിക കോളേജ് ക്യാമ്പസിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യാപിക താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയ ശേഷം അവിടെ എത്തി നോട്ടീസ് നൽകുകയും പിന്നാലെ മൊഴി രേഖപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. മൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക നടപടി കൂടിയാണ്. ആ നടപടി വൈകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഈ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ഇന്ന് ഈ മൊഴി രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതേസമയം വിവിധ സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒപ്പം തന്നെ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുക കൂടിയാണ്. ഈ പ്രതിഷേധം കനക്കുമ്പോഴും അധ്യാപികയ്ക്കെതിരെ NIT ഇതുവരെയും നടപടി എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധ്യാപികയെ സംരക്ഷിക്കുന്ന നിലപാട് NIT തുടരുകയാണെങ്കിൽ നിലവിൽ പുറത്താണ് ഈ സമരമുള്ളത്. ഈ സമരം കോളേജ് ക്യാമ്പസിന്റെ അകത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് നിലവിൽ SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ഒരു വിശദീകരണം ചോദിക്കാൻ പോലും നിലവിൽ NIT തയ്യാറായിട്ടില്ല എന്നാണ് ഉയരുന്ന വിമർശനം. ആ സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് വിവിധ സംഘടനകളുടെയും ഒപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ ഉൾപ്പെടെയുള്ള നിലവിലെ തീരുമാനം. ശരി, രാഹുൽ സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ചേർന്നത്.